തുടർന്നുള്ള അല്പസമയം കർത്താവിൻ്റെ വചനത്തിലേക്ക് ചിന്തിപ്പാൻ ഇടയാകട്ടെ. Let us read book of John chapter 6 verse 28. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യേണ്ടതിന് what shall we do so that we may work the works of God? ദൈവത്തിൻ്റെ പ്രവൃത്തി അത് അങ്ങയ്ക്ക് പ്രസാദമുള്ളതായി തീരുവാൻ what shall we do? ഇതിൻ്റെ കാരണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് we know. I don't want to read that. Verse 24-ൽ യേശു കഫർനഹൂമിൽ നിന്ന് യേശു കഫർനഹൂമിലായിരിക്കുന്ന സമയത്ത്, അപ്പോൾ ആ ഒരു ദിവസം, ആ ഒരു സീസണിൽ, ആ ഒരു couple days or day before 5,000 പീപ്പിളിനെ ഫീഡ് ചെയ്തിട്ട് ആ സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് വന്നതാണ് ചരിത്രം. അപ്പോഴേ കഫർനഹൂമിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ വല്ലോ അപ്പം എല്ലാവർക്കും കിട്ടും. They thought, here also we will get some bread to eat. അങ്ങനെ ഒരു വലിയ ആശയോടെ, കാരണം ഈ ബ്രെഡ് കൊടുത്ത് ആ ലോസൊക്കെ കൊടുത്ത് കഴിച്ച സ്ഥലത്ത് when people look at, they could not find Jesus or even the disciples. പിന്നെ ഇനി എവിടെ പോയി? അപ്പോൾ ഒരു കേട്ടുകേഴ്വി ഉണ്ടായി, ഇന്നിടത്തോട്ട് പോയി എന്ന്. കഫർനഹൂമിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ യേശുവുണ്ട്. യേശുവിനെ കണ്ടു. അപ്പം ഈ കഫർനഹൂമും ടിബെരിയാസും തമ്മിൽ ലെസ് ദാൻ 6 miles ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ഒരു 15 minute കൊണ്ട് നമുക്കവിടെ ചെല്ലാം. ഞാനവിടെ പോയിട്ടുണ്ട്. ഈ 2 സ്ഥലങ്ങളിലും ഞാൻ പോകാൻ എനിക്കിടയായിട്ടുണ്ട്. അപ്പം അവിടുത്തെ ആ ഷോറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ യേശു അവിടെ നിൽക്കുകയാണ്. ഉടനെ അവർ യേശുവിനോട് ചോദിക്കുന്നൊരു വാക്കുണ്ട്. 25-ാമത്തെ വാക്യം. When did you get here? നീ എപ്പോഴാ ഇവിടെ വന്നേ? ദൈവത്തിന് സ്തോത്രം. നാം അറിയാത്ത സ്ഥലത്തും സ്ഥാനത്തും വരുന്നൊരു ദൈവമാ നാം വിളിച്ചപേക്ഷിക്കുന്ന ജീവനുള്ള ദൈവം. പ്രൈസ് ഗാഡ്. അപ്പോൾ അവരുടെ ഹൃദയത്തെ ദൈവം ഒന്ന് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടോ ഞാൻ ഇത്രയും പ്രവർത്തിച്ച മിറക്കിൾസ് കൊണ്ടോ അല്ല നിങ്ങളോട് വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ തന്നെ വന്നേ, നിങ്ങൾ അപ്പം തിന്നാനാ വന്നേ. അങ്ങനെയല്ലേ അവിടെ താഴെ എഴുതിയേക്കുന്നേ? അമ്മ റൈഡ്. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടോ നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട്, the last days when I feed you or when you had that bread, that is why you follow me now. അപ്പോഴാണ് ഹൃദയത്തിന് കുത്തു കൊണ്ടിട്ട് ചോദിക്കുന്നത്, ഓ, അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യണം? How we can please you, God? What shall we do? ഇന്ന് പകൽക്കാലവും let us ask ourselves, Lord, what shall I do for you to please you? അങ്ങയെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളല്ല ഞാൻ. ഈ ഞാൻ സിംഗിളായി ഒത്തിരി സിംഗിൾസ് വരുമ്പോഴായി ഞങ്ങളാകുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓരോരുത്തർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗാഡ് വിൽ സ്പീക്ക് ടു അസ്. അപ്പോഴത് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ദൈവം ഇടയാക്കും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. 27-ാം വാക്യത്തിൽ 27 ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് തന്നെ നിങ്ങൾ നിൽക്കരുത് കേട്ടോ. ദിസ് ഓൾ ബ്ലെസ്സിങ്, ഡെയിലി ബ്രെഡ്, എവറിത്തിങ് വിൽ പാസ്ഡ് അവേ. ഇതെല്ലാം മാറിപ്പോകും. ബട്ട് റിമെമ്പർ അബൌട്ട് ദ എറ്റേണൽ ലൈഫ്. ദാറ്റ് ഈസ് അവർ അൾട്ടിമേറ്റ് ടു ഗാഡ്. റിമെമ്പർ അവർ എറ്റേണൽ ലൈഫ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, what shall I do, God Jesus, to please you? Praising and worshiping is enough? We may find answer, yes, that's
ബിക്കോസ് ദൈവത്തിന് ആരാധനയിൽ പ്രസാദമുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും. ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ. നമ്മുടെ പ്രസൻസിൽ ദൈവത്തിൻ്റെ പ്ലീസിങ് ഉണ്ട്, ഓഫ് കോഴ്സ്. നമ്മുടെ എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഗാഡ് വിൽ പ്ലീസ്. ബട്ട് ദ ക്വസ്റ്റ്യൻ, എനിത്തിങ് എൽസ്? എന്തെങ്കിലും ഇനിയും ചെയ്യാനുണ്ടോ? ഇതുകൊണ്ട് മാത്രം മതിയോ? വാട്ട് ഇസ് ദ കൺഫർമേഷൻ? വാട്ട് ബൈബിൾ ഈസ് സേയിങ് അബൌട്ട് ഇറ്റ്? I just want to, if the time is allow me, I know there are tight schedules today. We have to finish so many things before we exit the door. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമായിട്ട് മാത്രം പറയാം. But I want to bring the characters. ഈ ചില ക്യാരക്ടേഴ്സിനെ കൂടെ കൊണ്ടുവരണമെന്നുണ്ട്. But maybe next week I will bring it that ആരായിരുന്നു, എങ്ങനെയായിരുന്നു അവർ ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്തത്, ദൈവത്തെ പ്ലീസ് ചെയ്തത്, ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ ചെയ്തതെന്നൊക്കെ നമുക്ക് പഠിക്കാൻ നെക്സ്റ്റ് സമയത്തിടെയാകട്ടെ. പ്രൈസ് ഗാഡ്. ഒന്ന്, ഐ ജസ്റ്റ് വാണ്ട് ടു സേ 5 things if I get a time. Number 1, be dedicated to him. ദൈവസന്നിധിയിൽ ഒരു സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം. പ്രൈസ് ഗാഡ്. We should dedicate ourselves to the Lord. സമർപ്പണം. ഒരാളിൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ we have no any chance to go left or right or our own intention. Everything is under God's plan. ദൈവത്തിന് സ്തോത്രം. If we look at Romans 12 verse 1 is saying, present ഇത്രയേ ഉള്ളൂ അവിടെ. Present your body a living and holy sacrifice acceptable to God. ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ ശരീരവും, ഹല്ലേലൂയ, പിന്നെ നമ്മുടെ ശരീരത്തെ ബുദ്ധിയും ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗവസ്തുവായിട്ട് അർപ്പിക്കണം. നമുക്കറിയാം യാഗവസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം തൻ്റെ മകനെ സാക്രിഫൈസ് ചെയ്യാൻ കൊണ്ടുപോയി അവനെ കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പം അവന് സെൽഫ് വില്ലൊന്നുമില്ലായിരുന്നു. He was completely submit and dedicated to his father's word. പിതാവ് എന്തു പറഞ്ഞു അതങ്ങനെ തന്നെ ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, അപ്പം എവിടെയാണ് യാഗത്തിനുള്ള മൃഗം? ഇത്ര മാത്രമേ ഉള്ളൂ. He never questioned why you bring knife, why you just planning to put me on that. എന്നെ എന്തുകൊണ്ടാണ് നീ യാഗപീഠത്തിൽ കിടത്തുന്നതെന്നോ, ഈ കത്തി കൊണ്ട് എന്നെ നീ വെട്ടുന്ന എന്തിനാ പിതാവേ, താനാണോ ഒരു പിതാവെന്ന് ചോദിച്ച മകനല്ല. സ്തോത്രം. പിന്നെയോ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ്. ഹല്ലേലൂയ. ഇതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ലിവിങ് പെന്തക്കോസ്റ്റൽ അനുഭവമുള്ള മീൻസ് പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടുകൂടി ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തോട് പറയുന്നതാണ്, നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ നിൻ്റെ ശരീരത്തെ ഒരു യാഗവസ്തുവായിട്ട് നീ അർപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിൻ്റെ ആരാധന ദൈവസന്നിധിയിൽ, സ്തോത്രം, ഹല്ലേലൂയ, അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ്, പ്രസാദമുള്ള യാഗം. നമുക്ക് എല്ലാ ആരാധനകളും വരുമ്പം നമ്മളെപ്പോഴും ചിന്തിച്ചിട്ട് പോകണം, ഞാനൊരു സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ് നടത്താൻ എനിക്ക് പറ്റിയോ? ഞങ്ങൾക്കല്ല, എനിക്ക് ഇൻഡിവിജ്വലായിട്ടൊന്ന് ചിന്തിച്ചിട്ട് പോകണം, എനിക്ക് ദൈവസന്നിധിയിൽ ആത്മാവിൽ ഇന്ന് ആരാധിക്കാൻ പറ്റിയോ? ഒരു യാഗവസ്തുവാക്കി എൻ്റെ ദൈവത്തിനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോകാൻ, അപ്പോൾ അടിയനിതാ എന്നെ ആത്മാവിനാൽ നിറക്കണമേ എന്ന് പറയുവാൻ ഇടയായോ എന്ന് നാം വ്യക്തമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യം നമ്മെ അതിനെ തടസ്സപ്പെടുത്തിയേക്കാം. Maybe the circumstance is not allow us to do that because of many things, because of other noise, because of other people, because of some people we are not able to intimacy. Hallelujah. പലതും ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം, നാം അതൊക്കെ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ഡെഡിക്കേഷൻ നടക്കത്തില്ല. ഹല്ലേലൂയ. ജസ്റ്റ് ഒരു പ്രാക്ടീസ് മാത്രമേ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഡെഡിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഡെഡിക്കേറ്റഡ് മീൻസ് ടു കമ്മിറ്റ് യുവർ സെൽഫ്,
to give over, പിന്നെ give up to, devoted to him, ഇങ്ങനെയുള്ള പല അർത്ഥങ്ങളുണ്ട് സമർപ്പിക്കുക. അപ്പം നമ്മുടേതായിട്ടൊന്നും ഇല്ല എന്ന് ധരിച്ച് ഒരു യാഗവസ്തുവായിട്ട് ദൈവത്തിന് പ്രസാദം കൊടുത്തിട്ട് വേണം ദൈവത്തെ പ്ലീസ് ചെയ്ത് കടന്നു പോകാൻ ഇടയാകേണ്ടത്. ഹല്ലേലൂയ. ഡേവിഡ് സാംസ് 37 ദാവീദ് 37 സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യം പറയുന്നത്, commit your way to the Lord, trust in him and he will do it. Praise God. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക്. ഭാരവുമായിട്ടല്ല ദൈവസന്നിധിയിൽ കുത്തിയിരിക്കേണ്ടത്, ദൈവസന്നിധിയിൽ വരേണ്ടത്. ഹല്ലേലൂയ. ദൈവം മുൻപാകെ ചെല്ലുമ്പോഴൊക്കെ ഒരു പ്രത്യാശ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്, എൻ്റെ ഭാരത്തെ ചുമക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. So I will encourage you, dedicate ourselves to the Lord. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. അവനത് നിവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് പറഞ്ഞൊരു വാക്കുണ്ട് in Luke 22 verse 43 saying, yet not my will but your will be done. എൻ്റെ ഇഷ്ടമല്ല. ആദ്യം ഒരു വാക്ക് പറഞ്ഞു, if thou will take this cup, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ്. നമുക്കവിടെ വരെ പറയാറുള്ളൂ. പക്ഷെ അതിന് വാക്കൊന്നും നെക്സ്റ്റ് വാക്ക് പറയുന്നത്, പക്ഷേ thy will, നിന്റെ ഇഷ്ടത്തിന് എന്നെ സമർപ്പിക്കുന്നു. അതൊരു സമർപ്പണമാണ്. സോ ജീസസ് ഡസൻറ്റ് ഹാവ് എനി പേഴ്സണൽ ഒപ്പീനിയൻ ഓർ ചോയ്സ്. ഒന്ന് പറയുന്നു, പിതാവേ അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ. അതൊരു ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. പ്രൈസ് ഗാഡ്. നമ്പർ 2, ബി ഡിപ്പെൻഡ് ഓൺ ഹിം. ദൈവത്തിൽ ആശ്രയിക്കുക. സ്തോത്രം. മറ്റൊരാളുടെ അധികാരത്തിനോ നിയന്ത്രണത്തിനോ വിധേയപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ലെറ്റ് someone lead. Let someone take control over us. Hallelujah. Depend on him. ദൈവത്തിൽ ആശ്രയിക്കുവാൻ പറ്റിയാൽ അത് ദൈവത്തിന് പ്രസാദമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് unable to do yourself, ഈ ഒരു സാഹചര്യം വരുമ്പോഴാണ് നാം വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? We are unable to do many things. At the time we seek some help. Same way, the Bible is clearly saying, when you depend on God, God will take care. Praise God. സങ്കീർത്തനക്കാരൻ പറയുന്നത്, why do we need to depend on him? സങ്കീർത്തനം 73 അവിടെ പറയുന്നത്, everything in life is shifting. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. നാം അറിയാത്ത ചില വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, my flesh and my heart may fail. എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകും. ഹല്ലേലൂയ. But God is strength of my heart. Oh, praise God. Oh, hallelujah. God is my strength of my heart. എന്നിട്ട് പറയുന്നു, God already know the future and what his plan are for us. ഫിലിപ്പിയ ലേഖനത്തിൽ ഹല്ലേലൂയ അവിടെ അങ്ങനെയാണ് പറയുന്നത്. ദൈവം ഹല്ലേലൂയ എൻ്റെ ഭാവിയെല്ലാം ദൈവം അറിയുന്നു. ആ ഒരു സമർപ്പണം ദൈവസന്നിധിയിൽ ആവശ്യമാണ്. അത് ദൈവത്തിന് വലിയ പ്രസാദമാണ്. കാരണം ദൈവം നോക്കുമ്പോൾ ഇവന് മറ്റാരും സഹായിപ്പാനില്ല. ഐ ആം ദ ഓൺലി വൺ. ഹല്ലേലൂയ. അത് ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. സോ രണ്ടാമത്തേത് ഓർക്കണേ, ഹല്ലേലൂയ, ബി ഡിപ്പെൻഡ് ഓൺ ഹിം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മൾ സദൃശ്യവാക്യം പ്രോബ്സ് 3 വേഴ്സ് 5-6 വായിക്കുമ്പോൾ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്ങിൽ, മനസ്സിൽ തോന്നുന്ന അനുസരിച്ച്, അറിവനുസരിച്ച് നാം ഊന്നരുത്, നടക്കരുത്. പിന്നെന്തോ ചെയ്യണമെന്നറിയാമോ? ഇൻ ഓൾ യുവർ വേയ്സ്, hallelujah, in your all ways acknowledge him and he will make your path straight. നാം സ്വയമേ നടക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ our path will be very rough and tough, but when God controls the path, that will be very smooth. Hallelujah. അങ്ങനെ വരണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഒരു കംപ്ലീറ്റ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ തക്കവണ്ണം
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ സ്വന്തം എനിക്കൊന്നും പറയാനില്ല, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നടക്കില്ല, എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് നടക്കില്ല, എൻ്റെ ശരീരം കൊണ്ട് നടക്കില്ല, ഹല്ലേലൂയ എൻ്റെ കുടുംബത്തെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് നാം തോന്നുമ്പോൾ ഹല്ലേലൂയ നാം തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഒരു ഡിപ്പെൻഡ് പേഴ്സൺ ആയിരിക്കണം. ഓൺലി ഡിപ്പെൻഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. He will make your path straight. Hallelujah. നിന്റെ വഴികളെ നേരെയാക്കുന്നവന് സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തയേശുവിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ദൈവവേദലായിരിക്കുന്ന നമുക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. Praise God. Hallelujah. The third way എങ്ങനെയാണെന്നറിയാമോ? Be diligent in him. എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളവരായിരിക്കണം. Praise God. Praise God. Hallelujah. Praise God. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. Hallelujah. ഡിലൈറ്റ് ആണെങ്കിൽ ബി ഡിലൈറ്റ്. Praise God. സന്തോഷമാണ്. എന്നാൽ പല സമയങ്ങളിലും അങ്ങനെയാണോ? നിരാശ വന്ന് മൂടുമ്പോഴോ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. വലിയ പ്രയാസമല്ലേ? ബി ഡിലൈറ്റഡ് ഹിൻ. സന്തോഷമുള്ളവനായിരിക്കണം ക്രിസ്തുവിൽ. ഷോയിങ് ഗ്രേറ്റ് പ്ലഷർ. ഒരു എക്സ്പ്രഷൻ ആവശ്യമാകട്ടോ. ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയണം. ചിലരെ കാണും പറയാറില്ലേ, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അവരെ കണ്ടാതെ പറയില്ല, അവരുടെ മുഖത്ത് ഒത്തിരി സന്തോഷമാണ്. അവരുടെ മുഖം കണ്ട് പഠിക്കാൻ വലിയ പ്രയാസമാണെന്ന് കേട്ടിട്ടില്ലേ? എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? ഷോയിങ് ഗ്രേറ്റ് പ്ലഷർ. Hallelujah. 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 Extremely pleasured and hallelujah excited about something. ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എന്നുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ മുഖം, ആക്ഷൻ ഹല്ലേലൂയ നമ്മുടെ ആ വാക്കിൽ പോലും പുറത്തു വരണം. എങ്കിൽ മാത്രമേ ബി ഡിലൈറ്റഡ് ഇൻ ക്രൈസ്റ്റ് ആയിത്തീരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവത്തിൽ മാത്രം സന്തോഷിക്കുകയാണെങ്കിൽ ഒരു ദൈവപ്രസാദമാണ്. Psalms 37:4 is saying that delight yourself in the Lord. ദൈവത്തിന് സ്തോത്രം. പിന്നെ commit your way to the Lord. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വഴി നീ യഹോവയെ ഭരമേൽപ്പിക്കുക. അല്ലെങ്കിൽ അവരിൽ തന്നെ നീ ആശ്രയമായി വയ്ക്കുക. അവനത് നിവർത്തിക്കുന്ന ദൈവമാ. Praise God. Hallelujah. ഫിലിപ്പിയ ലേഖനം, book of Philippians 4, chapter 4, words 4 and 5 is saying that കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. Rejoice in the Lord. Let your gentle spirit. Praise God. ആ ജെന്റിൽ സ്പിരിറ്റ് മറ്റുള്ളവർക്കൊക്കെ അറിയട്ടെന്നേ. Be known unto all men the Lord is at hand. നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മറ്റുള്ളവരും കൂടെ സാക്ഷ്യമാകത്തക്ക രീതിയിൽ you always say positive word in your life. ഒരിക്കലും നെഗറ്റീവ് പറയുന്നവരായി തീരരുത്. ഡിലൈറ്റ്, ദൈവത്തിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. കണ്ടിട്ടില്ലാത്തതിനെ ഹൃദയം കൊണ്ട് നീ കാണണം. ഹല്ലേലൂയ. നീ പറഞ്ഞിട്ടില്ലാത്തത് നീ വാക്കുകൾ ഉച്ചരിക്കപ്പെടണം. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വഴികളെ തുറക്കുന്ന ദൈവമുണ്ടോ? ഹല്ലേലൂയ. എന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ടോ? എൻ്റെ മുന്നിലുള്ള പാറകളെ തകർക്കുന്നവനുണ്ടോ? എൻ്റെ പാതകളെ നിരപ്പാക്കുന്നവനുണ്ടോ? ഞാൻ അറിയാത്ത എൻ്റെ വഴികളെ നടത്തുന്നവരുണ്ടോ? ഹല്ലേലൂയ. Let me encourage you, the children of God. Let us be, hallelujah, 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 completely നാം ദൈവത്തിൽ സന്തോഷിപ്പാൻ, hallelujah, ഒരു ഡിലൈറ്റഡായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Praise God. നിന്നെ തകർത്ത് കളയുവാൻ പലതുമുണ്ട് കേട്ടോ. എന്നാൽ സന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ മാത്രം പോരെ. സദൃശ്യവാക്യത്തിൽ വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷീണിച്ചിരിക്കുന്നവരെ കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞാൽ മനസ്സ് ക്ഷീണിച്ചവരുടെ മുഖം കണ്ടാൽ അറിയാം. പ്രൈസ് ഗാഡ്. എന്നാൽ ഹൃദയമുള്ളവരുടെ സന്തോഷം മുഖമോ വളരെ പ്ലസൻ്റ് ആയിരിക്കും, സന്തോഷമായിരിക്കും. അതൊന്ന് പുറത്തു കൊണ്ടുവരാമെന്ന് പറയണമെങ്കിൽ ദൈവത്തെ പ്രസാദിക്കുന്നതിനെ കൊണ്ട് മാത്രമേ എടുത്തുള്ളൂ. ഐ എം വെരി ഷുവർ നമ്മുടെ ഇരിക്കുന്ന പലർക്കും പ്രശ്നങ്ങളുണ്ട്. Many of us sick in different way.
And we have another problems, issues, financially, every aspect. പക്ഷെ നമ്മളെന്താ പുറത്ത് കാണിക്കാത്തതെന്നറിയാമോ? Because we lead by the Spirit of God. ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും വെച്ചുകൊണ്ട് നമ്മുടെ മുഖം എന്താ അങ്ങനെ കാണിക്കാത്തതെന്നറിയാമോ? നാം പ്രത്യാശിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു വകയുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തുവിലുള്ളത് കൊണ്ടാണ്. പ്രൈസ് ഗാഡ്. നമ്മുടെ വഴികളെ അവൻ നോക്കുന്ന ദൈവമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നാലാമത്തെ, ബി ഡയറക്റ്റഡ് ബൈ ഹിം. ദൈവമായ എൻ്റെ വഴികാട്ടി. സ്തോത്രം. ഹല്ലേലൂയ. അഡ്മിനിസ്റ്റർ. അത്ര അങ്ങ് വിചാരിച്ചാൽ മതി. എൻ്റെ വഴികളെ അറിയുന്നവൻ. He is the one directing me in my every path. എൻ്റെ എല്ലാ വഴികളിലും എന്നെ അറിയുന്നവരുണ്ട്. ഹല്ലേലൂയ. ഗൈഡ് ഓർ അഡ്വൈസ്. നമ്മളെ ഗൈഡ് ചെയ്യുന്നവൻ, പോകേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരുന്ന ഒരുവനുണ്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു തോന്നലുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എ ഫോർത്ത് വേ ഓഫ് പ്ലീസിങ് അവർ ഗാഡ്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നാലാമത്തെ ഒരു പോയിൻ്റാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബി ഡയറക്റ്റഡ് ബൈ അവർ ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അവിടെ പ്രോബ്സ് 3:6 പറയുന്നു, ഇൻ ഓൾ യുവർ വേയ്സ് അക്നോളജ് ഹിം. നിൻ്റെ എല്ലാ വഴികളിലും നീ അവനെ നനച്ചോണം. In your all ways, hallelujah, and he will make your path straight. പിന്നെ നിൻ്റെ എല്ലാ വഴികളിലും നീ കർത്താവിനെ മാത്രമേ നോക്കാവൂ. ദൈവത്തിന് സ്തോത്രം. Because you are directed by the Lord Jesus. Hallelujah. ഒരു പക്ഷേ നമുക്ക് പലരും പല ഓഫർ തന്നിരിക്കാം. That is good. But don't depend on that person. Depend the Christ to whom you believe, who able to make your path straight. നിൻ്റെ വഴികളെ നേരെയാക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. നമ്മുടെ ആശ്രയം നമ്മുടെ ക്രിസ്തുവിലായി തീരുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ നിൻ്റെ പാതയെ നേരെയാക്കും. അതുപോലെ തന്നെ അതിൻ്റെ ചാപ്റ്റർ 20 വേഴ്സ് 24 പറയുന്നു. പ്രോബ്സിൽ തന്നെ പറയുന്നത്, സ്തോത്രം, മനുഷ്യൻ്റെ വഴി യഹോവയാൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം എന്നറിയാമോ? My ways, my future, everything ordained by my Savior. Praise God. Hallelujah. Therefore, എനിക്ക് എൻ്റെ വഴി അറിയില്ല. I don't know my future. I don't know my ways because He only know that. എൻ്റെ വഴി അറിയുന്നവൻ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ കണ്ടവൻ. When I was formed in my mom's womb, He noted me. He had a very plan about me. He designed everything till my death. നമ്മുടെ മരണദിവസം അറിയാവുന്ന ഒരൊറ്റ ആളെ ഇന്നുള്ളൂ, സർവശക്തൻ. We all know the birthdays when we born. The doctor can clearly say, hey, December 25th or March 7th is your expectation day. Or say between 7 and 9 is your delivery date, can be. അതൊക്കെ predict ചെയ്യാം. പക്ഷേ nobody can predict your death. Only our Lord Savior Jesus Christ. നമ്മുടെ മരണദിവസം നമ്മുടെ കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സറൗണ്ടിലുണ്ട്. Many people are sick. There are many people going with the deadly diseases. പക്ഷേ നമുക്കിന്ന് പറയാം, അപ്പാ എന്നെ അറിയുന്നവൻ അങ്ങ് മാത്രമാണ്. I don't know anything, God. എന്നെ അങ്ങ് മാത്രം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വഴികളെ അറിയുന്നവൻ അങ്ങ് മാത്രമാണ്. പിതാവേ, എന്നോട് സ്വർഗത്തിൽ നിന്ന് ദയ തോന്നണമേ. നിൻ്റെ എല്ലാ വഴികളും ദൈവത്തെ ഭരമേൽപ്പിക്കുക. അവൻ നിൻ്റെ പാതയെ നേരെയാക്കും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ വഴി യഹോവയാൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ നേരെയാക്കാൻ പറ്റും? പലപ്പോഴും നമ്മൾ ഒത്തിരി ട്രൈ ചെയ്യാറുണ്ടല്ലേ. The person's steps are directed by the Lord. How then can anyone understand His way? And we try to make our way straight couple times, multiple times. We will try our best to make it straight. But when we are dependent on God,
when we are completely directed by God, the God is able to direct you in a straight path. നല്ല വഴികളെ നേരെയാക്കി തരുവാൻ ദൈവത്തിന് ഇടയാക്കും. പ്രൈസ് ദൈവം അതിന് ഇടയാക്കുന്ന ദൈവമാ നാം സേവിക്കുന്ന ദൈവം. The fifth one, dynamic for him. Dynamic for him എന്ന് പറഞ്ഞാൽ എന്തുവാ? ശക്തി. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്നത്, അല്ലേ? ശക്തിപരമായ എന്നൊക്കെ പറയും. പ്രൈസ് ഗാഡ്. എനർജറ്റിക് ആയിട്ടുള്ള, പോസിറ്റീവ് ഇൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫുൾ ഓഫ് എനർജി. പ്രൈസ് ഗാഡ്. അതല്ലേ ഡൈനാമിക്. നാം ഒരു ദൈവസന്നിധിയിൽ ഉള്ള ഒരു ദൈവപൈതൽ എങ്ങനെയായിരിക്കണം? ബി ഡൈനാമിക്. പ്രൈസ് ഗാഡ്. അപ്പം അങ്ങനെയെങ്കിൽ കുനിഞ്ഞും കൂടിയും വന്ന് ഏതെങ്കിലും ഒരു ദൈവസഭയിലോ ദൈവിക ആരാധനയുള്ളിടത്തോ നമുക്കിരിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. വൈ? ഗാഡ് വിൽ നോട്ട് പ്ലീസ്. വി കനോട്ട് പ്ലീസ് അവർ ഗാഡ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ബി ഡൈനാമിക്. പ്രൈസ് ഗാഡ്. ശക്തമായ രീതിയിൽ, ശക്തരായിട്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങും, പക്ഷേ ഞാൻ ക്ഷീണിക്കില്ല. ഹല്ലേലൂയ. അതാണ് ഡൈനാമിക് പവർ. ആ പറയണമെങ്കിൽ ആ ഡൈനാമിക് പവർ വേണം. അത് പറയണമെങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലേ അവരുടെ വായിൽ നിന്ന് മാത്രമേ അത് പുറത്തു വരത്തുള്ളൂ. പ്രൈസ് ഗാഡ്. നീ കിടപ്പിലാക്കും, നിൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ ആയിപ്പോവും, നിനക്ക് ഭാവി ഉണ്ടാവത്തില്ല, നിന്നെ ഇവിടെ കൊണ്ട് നശിച്ചു പോകത്തേ ഉള്ളൂ, നിന്നെ ആരും നോക്കാനില്ല, ഇങ്ങനെ പല നെഗറ്റീവ് പറയുമ്പോൾ ലെറ്റ് us say ഹല്ലേലൂയ. ഹല്ലേലൂയ. ഡൈനാമിക് സൗണ്ടിൽ പറയട്ടെ, ഇല്ല, നിൻ്റെ പദ്ധതി തോക്കും, നിൻ്റെ പദ്ധതി, നിൻ്റെ പ്ലാനും തോക്കും. എന്നെ കരയേറ്റുന്ന ഒരുവനുണ്ട്, എൻ്റെ വലത്ത് കരത്ത് പിടിച്ചിരിക്കുന്നവരുണ്ട്, എൻ്റെ ഭാവി അറിയുന്നവനുണ്ട്, എന്നോട് സംസാരിക്കുന്നവനുണ്ട്, എൻ്റെ കണ്ണുനീര് കാണുന്നവനുണ്ട്, ഞാൻ നടക്കുന്നത് അറിയുന്നവനുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ, അതിൻ്റെ ബലഹീനതയും ബലത്തെയും ശക്തമായി അറിയുന്നവനുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരു ഡൈനാമിക് പുറത്തു വരുവാൻ, ഒരു ഡൈനാമിക് സൗണ്ട് പുറത്തു വരുവാൻ, ഒരു ഡൈനാമിക് വർഷിപ്പ് പുറത്തു വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Praise God. ഒരു ഡൈനാമിക് വർഷിപ്പ്. I'm not talking about the worship with the pulpit people. I'm talking about myself. ഞാൻ ദൈവത്തിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു വർഷിപ്പർ ആണെങ്കിലുണ്ടല്ലോ, myself. I'm not talking about the team. ഒരുമിച്ച് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇൻഡിവിജ്വലായി ശക്തനാകുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും ആ ദൈവിക സാന്നിധ്യം. Praise God. Hallelujah. Let us read Luke, chapter Luke 14:23. Hallelujah. സ്തോത്രം. അതൊന്ന് പറയാമോ? Luke 14:23. We know the story. We know the parable. മാസ്റ്റർ തൻ്റെ സ്ലേവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടേ, ഇവിടെ കല്യാണത്തിന് ഞാൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക, പക്ഷെ വിളിച്ചവരൊന്നും വന്നിട്ടില്ല. There are many people have many excuses. So better you people go outside in the street. എന്തോ എടുക്കണം? അവിടെ പെരുവഴികളിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നവരുണ്ട്, അവരെ എല്ലാം വിളിച്ചോണ്ട് വരണം. നീ കണ്ടവരെ എല്ലാം വിളിച്ചോണ്ട് വരണം. ഇത് പറയണമെങ്കിൽ ഒരു ഡൈനാമിക് പവർ ആ സ്ലേവിൻ്റെ മേൽ വന്നാലേ വഴി നിൽക്കുന്നതിനെ വിളിക്കാനൊക്കത്തുള്ളൂ. അതർവൈസ് they will stuck. What it is not my feast, it is not my house, it's not my എൻ്റേതല്ല എന്ന് എപ്പോഴും മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഡൈനാമിക് പവർ വന്നില്ലെങ്കിൽ, ആ ഡൈനാമിക് പവർ വന്നാൽ there is no shame for anything. ഒന്നിനും നാണമില്ല. യജമാൻ എന്തു പറഞ്ഞോ അത് ചെയ്യും. He will go and preach the gospel, bring the people. Hallelujah. ആ ഡൈനാമിക് പവർ വരണം ദൈവമക്കൾക്ക്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലജ്ജയില്ലാത്ത ഒരു ഡൈനാമിക് പവർ. ഹല്ലേലൂയ. ശക്തമായ, ഹല്ലേലൂയ, ഒരു ഡൈനാമിക് പവറിന്, ഒരു ചലനാത്മകമായ, ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കുന്ന, ശരീരത്തെ വിട്ടുകൊടുക്കുവാൻ അനുവദിക്കുന്ന, നിന്റെ കരത്തെ വിട്ടുകൊടുക്കാൻ അനുവദിക്കുന്ന, തുറക്കാത്ത വായ തുറക്കുവാൻ അനുവദിക്കുന്ന, ഹല്ലേലൂയ, ശ്രദ്ധിക്കാത്ത ചെവിയെ ശ്രദ്ധിപ്പിക്കുന്ന
ഒരു ഡൈനാമിക് പവർ ആരാധനയിൽ ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടാകണം. അങ്ങനെ നമുക്ക് ദൈവത്തെ പ്ലീസ് ചെയ്യാം കേട്ടോ, ദൈവത്തെ പ്രസാദിപ്പിക്കാം. അപ്പോൾ വാട്ട് ഷാൽ വി ഡു അല്ലെങ്കിൽ വാട്ട് ഷാൽ ഐ ഡു എന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മളൊരു മിനിമം 5 ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് വചനത്തിൽ നിന്ന്. ഹല്ലേലൂയ. എനർജറ്റിക് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കണ്ടവരെയൊക്കെ അകത്ത് കൊണ്ടുവരാൻ നിർബന്ധിക്കുക. ആ വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. നിർബന്ധിക്കാനാണ് പറഞ്ഞേക്കുന്നത് മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ നിൻ്റെ ആദ്യത്തെ വിളിയിലൊന്നും വരത്തില്ല, രണ്ടാമത്തെ വിളിയിലും വരത്തില്ല. പക്ഷേ ആ ഡൈനാമിക് പവറോടി പോയി കഴിഞ്ഞാൽ നീ അവൻ വരുന്നവരെ വിളിക്കും. സോ നമുക്ക് ആ ഡൈനാമിക് പവർ നമ്മുടെ ആരാധനയിൽ, ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ ഒക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തട്ടെ. 1 John chapter 3 verse 22. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം അവിടെ പറയും, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് പ്രൈസ് ഗാഡ്. അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ച്. whatever we ask, പാസ്റ്ററെ ഞങ്ങൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്, we didn't get many things. ഇതല്ലേ നമ്മുടെ ആൻസർ. ഞാൻ ഒത്തിരി കാര്യം ചോദിച്ചിട്ടുണ്ട്, ഇന്നും പലതും കിട്ടിയിട്ടില്ല. പ്രൈസ് ഗാഡ്. ദൈവമക്കളെ, നിങ്ങൾ ഡൈനാമിക് പവറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലജ്ജ കൂടാതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചലനത്തോടുകൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ ഒന്ന് വിചാരിച്ചാൽ മതി, ദാറ്റ് ഈസ് നോട്ട് വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെടുന്ന അല്ലെന്ന് മാത്രം ധരിച്ച് തൃപ്തനായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഓർപ്പിക്കുക. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തതുകൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നാം എപ്പോഴും ഒരു ഡൈനാമിക് പേഴ്സണായി തീരുവാൻ, ആത്മാവിൽ ഡൈനാമിക്കായി തീരുവാൻ, ശക്തനായി തീരുവാൻ, ഒന്ന് ചലിക്കുന്നവനായി തീരുവാൻ. അതുകൊണ്ടാണ് പലപ്പോഴും പെന്തക്കോസ്തിൻ്റെ ആരാധനകളിൽ ശബ്ദമുള്ളത്. പെന്തക്കോസ്തിൻ്റെ ആരാധനയിൽ ഹല്ലേലൂയ ഉള്ളതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അന്യഭാഷയിൽ ആരാധിക്കുന്നതിൻ്റെ കാരണം ദിസ് വർഷിപ്പ് ഈസ് എ ഡൈനാമിക് വർഷിപ്പ് ലീഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അനുഭവമുള്ളവരുണ്ടല്ലോ, വാട്ട് ഷാൽ ഐ ഡു എന്നുള്ള ഉത്തരത്തിന് മറുപടിയായി ഇത്രയുമെങ്കിലും കുറഞ്ഞത്, ദിസ് ഈസ് ഓൾ അബൌട്ട് ടു ദ സ്പിരിച്വൽ പീപ്പിൾ, ഫോർ ദ സ്പിരിച്വൽ പീപ്പിൾ, ഫ്രം ദ സ്പിരിച്വൽ പീപ്പിൾ. ഇത് എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട് കേട്ടോ. വിശ്വാസം, ത്യാഗം, ഇതെല്ലാം ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസമൊക്കെ അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളത്. എന്നാൽ വിശ്വസിച്ച ഒരു കൂട്ടം ജനത്തോട് പറയാനുള്ളതാണ് ഈ 5 കീ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. Let me conclude this message. Hallelujah. May the God be glorified. God bless you. ദൈവത്തിന് മഹത്വം. I welcome. By the way, yesterday was a very blessed day. And as a pastor, I want to say thank you, church, for your cooperation and your presence and every help what you did for our dear Sam brother and family, especially for Sharon's engagement. As I like to say, I want to extend my thankful heart. Praise God. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. And I welcome Evangelist Denny Chaco, Sarah along with their 3 children. May the God bless you. Praise God. Hallelujah. അവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അവരെ സഹായിക്കുവാൻ നാം അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ ക്രിസിൻ്റെ ഡാഡി, mom, Dan Matthews and Daisy Matthews, Melody, we welcome you along with the Chris. They are from Houston. The good Lord bless them in coming days. Use them abundantly. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ
It's very familiar face as well as the part of our body. Hallelujah. Jubin and Pretty along with their 2 kids in our midst. We welcome you. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. Praise God. Also, Brother Cherian and his wife Jocelyn with the son. Praise God. പിന്നെ അവരുടെ ഫ്രണ്ടായിരിക്കുന്ന പ്രിയ ജോർജാൻ, we welcome you. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവർ ഗൾഫിലുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വളരെ ആദർശമായി പരിചയപ്പെടുവാൻ ഇടയായി. അവരായിരിക്കുന്ന സ്ഥാനം, അവരുടെ ജോലി, അവരുടെ ആത്മീയ ജീവിതം, ദൈവം അവർ കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാകുമാറാകട്ടെ. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഇരിക്കുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു.